ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് എപ്പിസോഡിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് ഇന്നൊരു ടാസ്ക് കൊടുത്തിരുന്നു. ഒരു ചെരുപ്പ് കമ്പനി, അതിൻ്റെ ഓണറായിട്ട് നൂറയും മറ്റ് ആളുകളൊക്കെ തൊഴിലാളികളുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി. അപ്പം നൂറ മുതലാളി, അപ്പം ആദില അതിനകത്ത് ഒരു തൊഴിലാളിയായിരുന്നു. അക്ബർ യൂണിയൻ ലീഡറാണ്. വർക്കേഴ്സ് ആരാണ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നത്, നല്ല രീതിയിൽ പെട്ടെന്ന് ചെരുപ്പുകൾ നിർമ്മിക്കുന്ന ചെരുപ്പ് ഫാക്ടറിയാണല്ലോ. അപ്പം ചെരുപ്പുകൾ ഏറ്റവും അധികവും നല്ല രീതിയിലും നിർമ്മിക്കുന്നതും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതുമായ ആളുകൾക്ക് ഗോൾഡ് കോയിനും അതുപോലെ ബ്ലാക്ക് കോയിനും ഈ നൂറയുടെ കയ്യിൽ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അതിഷ്ടമുള്ളവർക്ക് നൂറയ്ക്ക് കൊടുക്കാം. അത് ഏത് രീതിയിലും എന്ത് ഇതിലും വേണമെങ്കിലും കൊടുക്കാം. അത് കൺഫെഷൻ റൂമിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. അപ്പം നൂറയ്ക്ക് വേണമെങ്കിൽ നൂറയ്ക്ക് ഇഷ്ടമുള്ള ആർക്കും ഇത് കൊടുക്കാനായിട്ട് സാധിക്കും. ചെരുപ്പ് നിർമ്മാണത്തിന് ഒരു ടൈമൊക്കെ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ എത്ര ചെരുപ്പുകൾ നിർമ്മിച്ച് നൽകാൻ പറ്റുമോ അത്രയും ചെരുപ്പുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ അവർ 51 ചെരുപ്പുകൾ നിർമ്മിച്ച് നൽകി. ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്തതിൻ്റെ പേരിൽ നൂറ നമ്മുടെ ഡോക്ടർ ബിന്നിയെ വിളിച്ചിട്ട് അവർക്കൊരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരെണ്ണം നമ്മുടെ അഭിലാഷിനും കൊടുക്കുന്നുണ്ട്. എന്നാൽ ആദിലയ്ക്ക് ഈ കോയിൻ നൂറ കൊടുക്കുന്നില്ല. ആദില ഒരുപാട് കഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. നല്ലപോലെ പണിയെടുത്തു. എങ്കിലും ആദിലയ്ക്ക് നൂറ ഈ കോയിൻ കൊടുക്കുന്നില്ല. കാരണം ഒരുപക്ഷെ നൂറ ചിന്തിച്ച് കാണും, അങ്ങനെ കൊടുത്തു കഴിഞ്ഞെന്നാൽ അത് ഒരു ഫേവറിസമായിട്ട് ചിന്തിച്ചേക്കാം എന്ന രീതിയിലായിരിക്കാം. പിന്നീട് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ കോയിൻ കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ ആദില പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ഞാൻ കഷ്ടപ്പെട്ടത്, നിനക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.